വയനാട്ടിൽ നിന്ന് ആശങ്കാജനകമായ ഒരു വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല രോഗബാധ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. അവർ ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, വയനാട്ടിൽ ഷിഗല്ല ഭീതി ഒഴിയുന്നില്ല. ഇപ്പോൾ പുതിയ സ്ഥിരീകരിക്കലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, വയനാട് ജില്ലയിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. മാനന്തവാടി തവിഞ്ഞാലിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥിക്ക് ഓൾറെഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമാനമായ 3 വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വയനാട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ വീണ്ടും റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ജൂൺ മാസത്തിന്റെ തുടക്കത്തിലാണ് സുൽത്താൻ ബത്തേരിയിലെ ഒരു വിദ്യാലയം കേന്ദ്രീകരിച്ച് ജില്ലയിൽ ഷിഗല്ല രോഗബാധ ഉണ്ടായിരുന്നത്. സ്കൂളിലെ കിണറ്റിലെ വെള്ളത്തിൽ ബാക്ടീരിയ മലിനീകരണം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. ആ സമയത്ത് 200-ലധികം പേർ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയും നിരവധി കുട്ടികൾ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ വിഭാഗം എല്ലാവിധ പ്രതിരോധ നടപടികളും നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.